നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തിന് പിന്നാലെ CPM കോട്ടകളിൽ മുമ്പെങ്കുമില്ലാത്ത വിധം വൻ ഭൂകമ്പമാണ് നടക്കുന്നത്. കഴിഞ്ഞ 28 വർഷമായി പാർട്ടിയെ അടക്കി ഭരിച്ച പിണറായി വിജയനെ പാർലമെന്ററി രംഗത്ത് നിന്ന് പൂർണ്ണമായി പുറത്താക്കണമെന്ന ആവശ്യവുമായി പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സഖാക്കൾ പരസ്യമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. തോൽവിക്ക് ശേഷവും പ്രതിപക്ഷ നേതാവിന്റെ അധികാര കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന പിണറായി വിജയൻ MLA സ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനവും അടിയന്തരമായി രാജിവെക്കണമെന്നാണ് CPM ഏരിയ കമ്മിറ്റികളിൽ ഉയരുന്ന പൊതുവികാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന CPM ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിലുണ്ടായ ചർച്ചകൾ പാർട്ടിയെ ഞെട്ടിക്കുന്നതാണ്. സ്വന്തം മണ്ണായ ധർമ്മടത്ത് പോലും വോട്ടുകൾ കുത്തനെ ഇടിഞ്ഞ് കഷ്ടിച്ചാണ് പിണറായി വിജയൻ ജയിച്ചു കയറിയത്. സ്വന്തം നാട്ടുകാർക്ക് പോലും വേണ്ടാത്ത പിണറായി ഇനി പാർട്ടിയെ നയിക്കേണ്ടതില്ലെന്നാണ് അണികളുടെ കടുത്ത നിലപാട്. ഇക്കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ നേതാക്കൾ രംഗത്തെത്തി. പിണറായി വിജയനെ MLA സ്ഥാനം രാജിവെപ്പിച്ച് KK ശൈലജയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കണമെന്ന് CPM തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിലും ആവശ്യമുയർന്നു. ശൈലജ ടീച്ചർ പ്രതിപക്ഷ നേതാവായാൽ മാത്രമേ വരും വർഷങ്ങളിൽ UDF സർക്കാരിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കാൻ CPMന് കഴിയൂ എന്ന് സഖാക്കൾ അടിവരയിട്ട് പറയുന്നു. P ജയരാജൻ അനുകൂലമായി പാട്ട് വന്നപ്പോൾ എതിർത്ത നേതൃത്വം പിണറായി വിജയന് വേണ്ടി പാട്ടുണ്ടാക്കിയപ്പോൾ മൗനം പാലിച്ചു. P ജയരാജനെ നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്നും ആവശ്യമുയർന്നു. മന്ത്രിയായിരുന്ന VN വാസവൻ സാധാരണക്കാരിൽ നിന്ന് അകന്നെന്നും യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. മുതലാളിമാർ, സമുദായ നേതാക്കൾ തുടങ്ങിയവരുമായി മാത്രമാണ് ബന്ധം പുലർത്തിയത്. വാസവൻ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെയും പാവങ്ങളെയും മറന്ന് വൻകിട ബാർ മുതലാളിമാരെയും സമുദായ നേതാക്കളെയും പ്രീതിപ്പെടുത്താൻ മാത്രമാണ് നോക്കിയതെന്നും ഇതാണ് പാർട്ടിയെ ഈ ഗതികേടിൽ എത്തിച്ചതെന്നും യോഗത്തിൽ കടുത്ത ഭാഷയിൽ വിമർശനമുയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, PB അംഗം A വിജയരാഘവൻ തുടങ്ങിയവർക്കെതിരെയും വിമർശനങ്ങളുണ്ടായി. യുവജനങ്ങൾക്കായി പാർട്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും പാർട്ടി ഈ നിലയിൽ മുന്നോട്ട് പോയാൽ സമരം ചെയ്യാനും പോലീസിന്റെ അടികൊള്ളാനും യുവജനങ്ങളെ കിട്ടില്ലെന്നും പങ്കെടുത്ത യുവജന നേതാക്കളും പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. വിമർശനം രൂക്ഷമായപ്പോൾ ഉദയഭാനു വിഷയത്തിൽ ഇടപെട്ടെങ്കിലും പറയാനുള്ളത് ഇനി പറയുമെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾ പറയാനുള്ളത് പറയാതെ വന്നതാണ് തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞായിരുന്നു നേതാക്കളുടെ രോഷപ്രകടനം. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും പിണറായിക്ക് വേണ്ടി സ്തുതി പാടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും അടിയന്തരമായി അഴിച്ചു പണിയണമെന്നതാണ് ഉയരുന്ന മറ്റൊരു പ്രധാന ആവശ്യം. പിണറായിയോടൊപ്പം നിന്നതുകൊണ്ട് മാത്രം തോറ്റുപോയ രണ്ടാം നിര നേതാക്കളെ മാറ്റി നിർത്തി യുവരക്തങ്ങളായ M സ്വരാജിനെ പോലുള്ളവരെ പാർട്ടി തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്നും അണികൾ ആവശ്യപ്പെടുന്നു. സ്വരാജ് പാർട്ടി സെക്രട്ടറി ആവുകയും ശൈലജ ടീച്ചർ പ്രതിപക്ഷ നേതാവുകയും ചെയ്താൽ മാത്രമേ CPMന് ഇനി രക്ഷയുള്ളൂ എന്നാണ് താഴെത്തട്ടിലെ വികാരം. അതേസമയം CPMൽ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയെങ്കിലും തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തിന് പിന്നാലെ തലസ്ഥാനത്ത് CPIയിൽ തിരുത്തൽ തുടങ്ങിയിട്ടുണ്ട്. വോട്ട് ചോർച്ചയും പ്രാദേശിക നേതാക്കളുടെ പടലപ്പിണക്കങ്ങളും പാർട്ടിയെ തകർത്തുന്ന വിലയിരുത്തലുമായി ജില്ലാ നേതൃത്വം നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് പോലും മുറിയതോടെ അച്ചടക്ക നടപടികൾ തിരുത്തി അതൃപ്തരെ അനുനയിപ്പിക്കാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് ഗോതയിലെ കനത്ത പരാജയം പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിരുന്നു. പ്രാദേശിക ഘടകങ്ങളിലെ ഏകോപനമില്ലായ്മയും വോട്ട് മറിഞ്ഞെന്ന ആക്ഷേപവും നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി. ഈ പശ്ചാത്തലത്തിലാണ് താഴെത്തട്ടിൽ അഴിച്ചുപണിക്ക് ജില്ലാ കമ്മിറ്റി മുതിരുന്നത്. പിണങ്ങി നിൽക്കുന്നവരെ ഒപ്പം നിർത്തി പാർട്ടി അടിത്തറ കാക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. ഇടതുമുന്നണിയിലെ രണ്ടാം പാർട്ടിയാണ് CPI. അതിവേഗ തിരുത്തലുകളിലൂടെ കരുത്താർജിക്കുകയാണ് CPIയുടെ ലക്ഷ്യം. ഇതിന്റെ ആദ്യ സൂചനയായി 3 മാസം മുൻപ് വിവാദങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെട്ട ആറ്റുകാൽ ലോക്കൽ സെക്രട്ടറി ഷിബു K സുരേന്ദ്രനെ തലസ്ഥാനത്ത് തിരിച്ചെത്തിച്ചു. നിയമമണ്ഡലം സെക്രട്ടറി പാപ്പനംകോട് അജയനെ ഫോണിൽ ചീത്ത വിളിച്ചെന്ന പരാതിയിലായിരുന്നു അന്ന് ഷിബുവിനെതിരെ നടപടിയെടുത്തത്. തലസ്ഥാനത്തെ ചില ഗുണ്ടാ സംഘങ്ങളുമായി ഷിബുവിന് ബന്ധമുണ്ടെന്ന ഗുരുതരമായ ആക്ഷേപവും ഇതിന് പിന്നാലെയുണ്ടായി. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ മണ്ഡലം കമ്മിറ്റി എടുത്ത ഈ ധൃതി പിടിച്ച നടപടിയോട് ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണനും മണ്ഡലം ചാർജുള്ള സോളമൻ വെട്ടുകാടിനും വിയോജിപ്പുണ്ടായിരുന്നു. എന്നാൽ ആ നിർണായക ഘട്ടത്തിൽ പരസ്യമായൊരു ചേരിതിരിവ് ഒഴിവാക്കാൻ ജില്ലാ നേതൃത്വം പ്രാദേശിക ഘടകത്തിന്റെ പിടിവാശിക്ക് വഴങ്ങുകയായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ മണ്ഡലം കമ്മിറ്റിയുടെ കണക്കൂട്ടലുകൾ പലതും പിഴച്ചതായി ബോധ്യപ്പെട്ടു. അന്ന് സമ്മർദ്ദത്തിന് വഴങ്ങിയെടുത്ത നടപടി തെറ്റായെന്ന രാഷ്ട്രീയ വിലയിരുത്തലാണ് ഷിബുവിനെ വീണ്ടും ആറ്റുകാലിൽ അവരോധിക്കാൻ ജില്ലാ നേതൃത്വം തന്നെ മുൻകൈയെടുത്തത്.